സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ തിരുവനന്തപുരത്ത് നെട്ടയം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ 7 കുടുംബങ്ങൾ താമസമുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിലുള്ള എല്ലാവരും നേരത്തെ CPM-കാരായിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോട് അനുബന്ധിച്ച് BJP ചേർന്നു, അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളിൽ പെട്ടുപോയി എന്ന് പറഞ്ഞ് CPM-കാർ അവിടെ കുഴപ്പമുണ്ടാക്കിയെന്നും പറഞ്ഞ് BJP-ക്കാർ ഇല്ലാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയത്. അപ്പൊ BJP-ക്ക് ഇതിനെല്ലാം വളം വെച്ചു കൊടുത്തതെന്ന് പറയുന്നത് CPM-ആണ്. CPM എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ഈ പിണറായി വിജയൻ ഒറ്റ ഒരാളാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ യാതൊരു കാരണവശാലും BJP കിട്ടില്ലായിരുന്നു. ഭരിക്കാനുള്ള ഭൂരിപക്ഷം അവർക്കില്ലായിരുന്നു. അത് വെറുതെ കൈയും കെട്ടി നോക്കി നിന്നിട്ട് പിന്നെ BJP-ക്ക് സ്വർണ്ണ തളികയിൽ വെച്ചു കൊടുത്തതാണ്. അതുപോലെ തന്നെയാണ് പാലക്കാടും. അപ്പൊ ഇങ്ങനെ ചെയ്തതിന് പിന്നെ പരിഹാരം എന്ന് പറയുന്നത് ഇനിയെങ്കിലും CPM-കാർ മനസ്സിലാക്കി അതിന് പ്രതിവിധി ചെയ്യണം. UDF-ഉം പിന്നെ അതായത് UDF-ഉം LDF-ഉം ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ മാരണമാണ് BJP സംഘപരിവാർ എന്ന് പറയുന്നത്. ഇവിടെ മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാനോ ഇവിടെ സന്തോഷമായിട്ട് കഴിയാനോ സൗഹാർദ്ദത്തിൽ കഴിയാനോ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ന് ഞാൻ ഒരു പ്രകടനം കാണാനിടയായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ പഴയ DGP സെൻകുമാർ ചെറ്റത്തരമാണ്. ഇവനൊക്കെ എക്സ്പയർ കേസാണ്. ഇവനെയൊക്കെ പിടിച്ച് അകത്തിടണം. ഇവൻ DGP ആയിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതായത് തെറ്റ് ചെയ്തവൻ ഏത് പോലീസ് ഓഫീസർ ആയിരുന്നാലും അവൻ പണ്ടായിരുന്നു പോലീസ് ഓഫീസർ, ഇപ്പൊ പോലീസ് ഓഫീസർ ഒന്നും അല്ല അവൻ DGP ആയിരുന്ന കാലത്ത് എന്തൊക്കെ ചെയ്തിട്ടില്ല, എന്തൊക്കെ തെമ്മാടിത്തരം കാണിച്ചിട്ടില്ല, ഏതെല്ലാം സമുദായങ്ങൾ അവൻ പൂട്ടിക്കാണും, എന്തെല്ലാം കള്ളക്കേസുകൾ എടുത്തു കാണും. അങ്ങനെയുള്ള ഒരു ചെറ്റ നേതൃത്വം കൊടുത്തും കൊണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. പോലീസുകാർ അവിടെ നല്ല പോലീസുകാരനെ അപ്പോഴേ അടിച്ചൊതുക്കണമായിരുന്നു ഇവനെയല്ല. ഇവനെന്തെങ്കിലും ഇവിടെ ഇങ്ങനെ വിടാൻ പാടില്ല. അതായത് വയസ്സായ മനുഷ്യന് ഒതുങ്ങി കഴിയണം. മനുഷ്യരുടെ ഇടയിൽ സന്തോഷമായിട്ടും സമാധാനമായിട്ടും സൗഹൃദത്തിലും അവർ കഴിയട്ടെ. അതിനു വേണ്ടി ഇറങ്ങുന്നതിന് വരെ വയസ്സാം കാലത്ത് വിദ്വേഷവും വെറുപ്പും പടർത്തി ജാതീയ വേർതിരിവുണ്ടാക്കി സംഘർഷമുണ്ടാക്കി കലാപമുണ്ടാക്കി നാട് കുട്ടിച്ചോറാകാൻ ആഗ്രഹിക്കുന്ന ഈ ഇങ്ങനെയുള്ള ചെറ്റകളെ എന്താണ് ചെയ്യാനുള്ളത്? ഇവനൊക്കെ എന്താണ് നല്ല പോലീസിന് അടി കൊടുക്കണം. ഇവൻ എത്രയോ സാധാരണക്കാരെ അടിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അടി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പോലീസ് DGP ആയിരുന്നെന്നും പറഞ്ഞ് ഒരു ബഹുമാനവും കൊടുക്കരുത്. അതായത് കുറെ എക്സ്പയർ കേസുകളാണ് ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള BJP സംഘപരിവാർ ക്ഷേത്ര സമര സമിതി ഹിന്ദു ഐക്യവേദി പിന്നെ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞു RSS ഇവരെല്ലാം